ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഹോൾഡ് ക്യാൻഡിലായിട്ട് അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗിന്റെ അടുത്ത് തന്നെ ഇന്നും ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് ഒരു 5-6 ക്യാൻഡിൽ 5 മിനിറ്റിന്റെ ബിയർ ക്യാൻഡിൽസ് ആയിട്ട് 23,376 എന്നുള്ള ലെവല് വരേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്ന സമയത്ത് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തത് എവിടുന്നായിരുന്നു? ഈ ലെവലിനായിരുന്നു. ഇത് നമ്മൾ ആദ്യം വെച്ച ടാർഗറ്റ് എന്ന് പറയുന്നത് 23,500 ഈ ലെവലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ചെയ്തു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു 1:5 മുകളിൽ റിസ്ക് റിവാർഡ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡുമായത്. പക്ഷെ നമ്മൾ 1:2 ഈ ലെവലിൽ എത്തിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ 23,300 പ്രീമിയം 200 മുകളിൽ കയറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 220 പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു കമ്മിയിൽ. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സിൽ വരികയാണെങ്കിൽ 200 എത്തുന്ന സമയത്ത് ബുക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ഏകദേശം 10 രൂപ സ്റ്റോപ്പ് ലോസ് വന്നത്. ഇത്രയും നല്ലൊരു ട്രേഡ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ലൈവിലുള്ള സ്ട്രെങ്സ് കിട്ടുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ എന്തുണ്ട്, ഇന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നാൽ പോലും ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതിന് കാരണം 23,500 അല്ലെങ്കിൽ 550 ലെവലിൽ മാർക്കറ്റ് തീരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്റെ വ്യൂ എന്നുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡലില് നമ്മൾ നിഫ്റ്റി ബാങ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയ സിനാരിയോ എന്ന് പറയുന്നത് 2 ദിവസം കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസ്, അതിനുശേഷം ഒരു ഇൻവെർട്ടർ ഹാമ്പർ ക്യാൻഡിൽ, അതിനുശേഷം ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ക്വാളിറ്റി ക്യാൻഡിൽ എന്നുള്ളതായിരുന്നു ഉണ്ടാക്കിയത്. ഇപ്പോഴും സെയിം സിനാരിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 2 ബിയറിഷ് ക്യാൻഡിൽ, ക്വാളിറ്റി ക്യാൻഡിൽ, ഒരു ബിയറിഷ് ഇൻവെർട്ടർ ഹാമ്പർ, ബിയറിഷ് അല്ല ഇൻവെർട്ടർ ഹാമ്പർ തന്നെ, അതിനുശേഷം ക്വാളിറ്റി ക്യാൻഡിൽ. ഈ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കുക, അടുത്ത ദിവസം ഫോം ചെയ്ത ക്യാൻഡിൽ ക്യാപ് ഡൗൺ, അതിനുശേഷം ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്നതായിരുന്നു. അപ്പം ഇതന്നെയാണ് നാളേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഗ്യാപ് ഡൗൺ, ഒരു ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂഷൻ, അത് വന്നാൽ 49,690 വരേക്ക് വരാം എന്നുള്ളതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ എത്തിയ ഷാർപ്പ് റിവേഴ്സ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇത് വിരുദ്ധമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ 50,557 അല്ലെങ്കിൽ 50,600 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ എന്ന് പറയുന്ന ഈ ലെവലിൽ, അപ്പൊ നമ്മൾ 50,600 മുകളിലെ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കോൾ സൈഡിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുള്ളൂ. നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ 50,569 മുകളിൽ ഒരു ക്യാൻഡിൽ 15 മിനിറ്റിന്റെ അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 5-10 മിനിറ്റ് ക്യാൻഡിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 50,137 ആണ്. അതിനുശേഷം 51,000 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അവിടെ നമ്മൾ ഒരു ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു രൂപം കിട്ടിയതിനു ശേഷം മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ക്യാൻഡിൽസ് ആണ്, വോൾട്ടൈൽ ക്യാൻഡിൽസ് ആണോ, സൈഡ്വേസ് ക്യാൻഡിൽസ് ആണോ, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിയതിനു ശേഷം മാത്രമേ ചെയ്യുള്ളൂ ട്രേഡ് ചെയ്യുന്നു. ഇനി ഒരു ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങും. അപ്പം അവിടെ നമ്മൾ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് തരണം, ഇതിന്റെ താഴെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് തരണം. ബാറ്റ് ഓപ്പൺ ചെയ്താൽ ശരി, ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താൽ ശരി എന്ന് വേണം. ഇതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തരണം. റീടെസ്റ്റിനേഷൻ എന്ത് ചെയ്യാം, കണ്ടിന്യൂഷൻ വരാമെന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ്, അത് കഴിഞ്ഞ് സെക്കൻഡ് ടാർഗറ്റ്, അത് കഴിഞ്ഞ് വരാണെങ്കിൽ തേർഡ് ടാർഗറ്റ്. ഈ ഒരു ലെവലിൽ എത്തുന്ന മാർക്കറ്റ് റിവേഴ്സിൽ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഹാഫിൽ ഈ ഫാൾ ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഈ ലെവലിൽ നമ്മൾ റിവേഴ്സൽ ട്രേഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി റിവേഴ്സൽ ട്രേഡ് വന്നിട്ട് ഈ ഒരു ലെവലിൽ ആണെങ്കിൽ ഇത് ബ്രേക്ക്ഔട്ട് വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഇവിടുന്ന് നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ട്രെൻഡ് ഈ ഒരു ഏരിയയിൽ വരാം എന്നുള്ളതുകൊണ്ട് ഇതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസ്, സോറി നാളെ ഫിനിഫ്റ്റിയുടെ എക്സ്പയർ ഉണ്ട്. അപ്പൊ ഫിനിഫ്റ്റിയുടെ ചാർട്ട് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഫിനിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണോ ക്ലോസ് ചെയ്തത് സെയിം സിനാരിയോ ക്ലോസ് ചെയ്ത് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ കോൾ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. അതേപോലെ ലോ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ലോക്ക് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ലോ ആയ 23,097 എന്നുള്ള ലെവൽ വരേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആളെന്ത് ചെയ്യുന്നില്ല, നിഫ്റ്റിയിൽ നമ്മൾ ലോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്
മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പിന്നെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതല്ലാത്ത രീതിയിലുള്ള ഒരു ട്രേഡും നമ്മൾ നാളെ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഒരു സിമെട്രിക് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സെറ്റ് മാർക്കറ്റ് ബ്രേക്കൗട്ടോ ബ്രേക്ക്ഡൗണോ തന്നു കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. 23,438 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തരുന്നത് വരെ മേലേക്കും, അതേപോലെ ഈ 23,100 താഴെ ക്യാൻഡിൽ ക്ലോസിംഗ് തരുന്നതിന് താഴേക്കും നമ്മുടെ ട്രേഡുകൾ ഈ ഒരു ഏരിയയുടെ ഇടയിൽ, ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇതിന്റെ താഴെ വന്നാൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, താഴേക്ക് നോക്കുന്നുള്ളൂ. ഇതെല്ലാം എങ്ങനെയെങ്കിലും ഇവിടുത്തെ ട്രേഡ് ഒഴിവാക്കും. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇനി നിഫ്റ്റി 50-ലാണെങ്കിൽ ഇന്ന് നമുക്കറിയാം നിഫ്റ്റി നമുക്ക് നല്ല എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളേക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് 23,350 താഴെ ബ്രേക്ക് ചെയ്ത് വന്നാൽ മാത്രം ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് 23,626 മുകളിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏരിയ 23,737 ആയിരിക്കും. അതിന് എന്ത് ചെയ്യാം, 812 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നാളേക്ക് ഈ ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്യാൻ മാറി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. കാരണം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ദിവസം ഹോൾഡ് ചെയ്തതിനു ശേഷം റിവേഴ്സിൽ വരാം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടാമെന്നുള്ളതുകൊണ്ട് മാക്സിമം രാവിലെ ഒരു 9:30-10 മണിയിലേക്ക് ട്രേഡുകൾ നോക്കും. അതില്ലെങ്കിൽ എന്തിനേയും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഏതെങ്കിലും സൈഡിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നിഫ്റ്റി നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നാളെ നിഫ്റ്റി അതേപോലെ ഫിൻനിഫ്റ്റിയിൽ നമ്മൾ കാര്യമായിട്ട് ട്രേഡൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ 2 കണ്ടീഷൻസ് മാച്ച് ആയി വരികയാണെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിന്റെ ഒരു വ്യൂ എന്നുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്ലാനിങ് അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല നോക്കുക. അതനുസരിച്ചാണെങ്കിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മളെന്തായാലും ഇതിനിടയിലാണെങ്കിൽ ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.